الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مسبعين ولا يستثنون فطاف عليها طائف من ربك وهم نائمون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ജീവിതത്തിലുടനീളം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ അന്ത്യദൂതൻ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സഹോദരന്മാർ, നമ്മുടെ കേരളം ഇപ്പോൾ മഴക്കെടുതി കൊണ്ട് ജലപ്രളയം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സന്ദർഭത്തിലാണ്. 28ഓളം ആളുകൾ ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലെത്തിയിരുന്നു. ഓരോ ദുരിതബാധിത പ്രദേശങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എല്ലാമായിരുന്ന അത്താണി എന്ന നിലയിൽ കാണുന്ന അവരുടെ പാർപ്പിടങ്ങളും ഉപജീവനത്തിന് കണ്ടിരുന്ന വസ്തുവകകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ആകെ നശിച്ചിരിക്കും. ഈ ഒരു പ്രതിഭാസം മഴക്കാലങ്ങളിൽ അടുത്ത കാലത്തായി കൂടുതലായി വന്നിരുന്നു. മഴക്കെടുതി എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ആപത്തുകൾ, വിപത്തുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവവിശ്വാസികൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവരെ അത്ര സൂക്ഷ്മതയോടെയൊന്നുമല്ലാതെ മുമ്പ് പഠിച്ചിട്ടുള്ള പാഠമനുസരിച്ച് ഇത് പടച്ചവന്റെ ശിക്ഷയാണ് എന്ന അർത്ഥത്തിൽ അതൊക്കെ ഏറ്റുവാങ്ങിയ ആളുകൾ ശിക്ഷാർഹരാണ്, അവർ മഹാപാപം ചെയ്തവരാണ് എന്ന അർത്ഥത്തിൽ കേവലമായ ഒരു പറഞ്ഞുപോക്കും നിരുത്തരവാദപരമായ വിലയിരുത്തലുകളും ഉണ്ടാവാറുണ്ട്. നേരെ മറുവശത്ത് ഇതൊക്കെ പ്രകൃതിയുടെ വികൃതികളാണ്, അതല്ലെങ്കിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ മനുഷ്യന്റെ തലതിരിഞ്ഞ വികസന നയങ്ങളും അതേപോലെ ഭൂമിയിലുള്ള അന്യായമായ ചൂഷണങ്ങളുമാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതികളും നമ്മൾ കണ്ടുവരും. ഇവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്. ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഇത്തരത്തിൽ കുറേയേറെ മനുഷ്യരെ ദുരിതക്കയത്തിൽ സങ്കടക്കടലിൽ തള്ളിയിട്ട് അവരെ അല്ലാഹു തആല അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നെഞ്ചകങ്ങളിൽ തീ പെയ്യിപ്പിച്ച് പടച്ചവൻ ക്രൂര വിനോദങ്ങളിൽ ഏർപ്പെടുകയാണ് എന്ന ആക്ഷേപഹാസ്യങ്ങൾക്ക് നമ്മൾ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നതും കാണാം. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നത് രണ്ട് തരത്തിലുള്ള വീക്ഷണകോണിലൂടെ. ഒന്ന്, നമ്മൾ ഭൗതികമായ കാരണങ്ങൾ എന്നത് നിഷേധിക്കാനാവാത്തതാണ്, അത് ഖുർആൻ എടുത്തു പറഞ്ഞതുമാണ്. മറ്റൊന്ന്, പ്രാവാചികമായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആത്മീയമായ വീക്ഷണകോണിലൂടെ അതിന്റെ ഒരു പരമാർത്ഥം നമുക്ക് തള്ളിക്കളയാനാവാത്തതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നാം ഒരിക്കലും വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, നാം ഒരിക്കലും ഒരു പ്രവാചകനെ നിയോഗിക്കാതെ ഒരു സമൂഹത്തെയും ശിക്ഷിക്കുന്നതല്ല എന്ന്. ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ പ്രവാചകൻ അവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഏകത്വം, തൗഹീദും, റിസാലത്തും, ആഖിറത്തും, പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങളും വിശ്വാസ സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും അവരോട് പറഞ്ഞു കേൾപ്പിച്ച് പ്രബോധനം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ജനങ്ങൾ രണ്ട് തരക്കാരായി മാറാറുണ്ട്. സത്യവിശ്വാസികളും സത്യനിഷേധികളുമായി മാറാറുണ്ട്. ഈ സത്യനിഷേധികൾ സത്യവിശ്വാസികളുടെ ഉന്മൂലനത്തിനും നാശത്തിനും വേണ്ടി നിരന്തരമായി ശ്രമിക്കും. ഈ പ്രവാചകനാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ പരലോകത്തേക്കുള്ള ശിക്ഷ മാത്രമല്ല, ഈ ലോകത്തേക്ക് കൂടി സത്യത്തെ തള്ളിക്കളഞ്ഞാലുള്ള ഈ ഭൗതികമായ നടപടികളും അതിൻ്റെതായ പ്രത്യാഘാതങ്ങളും എന്താണ് എന്ന് അല്ലാഹു തആല അവന്റെ പ്രവാചകന്മാരിലൂടെ കാണിച്ചു കൊടുക്കുക എന്നത് പടച്ച തമ്പുരാന്റെ ഒരു സുന്നത്താണ്, സുന്നത്തുള്ളാഹ്, അല്ലാഹുവിന്റെ നടപടികൾ. ആ അർത്ഥത്തിൽ ഓരോ കാലഘട്ടങ്ങളിലെയും പ്രവാചകന്മാരുടെ നിഷേധികളായ സമൂഹത്തിന് ശിക്ഷകൾ ഇറങ്ങിയതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഖുർആനിന്റെ ചരിത്ര ഭൂമികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്നും നമുക്ക് ഈ ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ടൂറുകൾ, ഖുർആന്റെ ചരിത്ര ഭൂമികളിലൂടെ എന്നൊക്കെ പറയുന്ന ടൂർ പ്രോഗ്രാമുകൾ വരുമ്പോൾ അവിടെയൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒക്കെ കാലഘട്ടങ്ങളിലുള്ള ജനതകൾ അനുഭവിച്ചിട്ടുള്ള ആ ശിക്ഷകളുടെ ശേഷിപ്പുകൾ അവിടെയൊക്കെ നേരിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളത് നിഷേധിക്കാനാവാത്തവയാണ്. എന്നാൽ പ്രവാചകാനന്തരകാലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചക ദൗത്യം എന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമായി മാറി. നന്മ കൽപ്പിക്കുക, തിന്മയെ തടയുക എന്നുള്ളത് കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്കൃഷ്ട സമൂഹമാണ്, മറ്റ് സമൂഹങ്ങളെ പോലെയല്ല. കാരണം പ്രവാചകന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന നന്മ കൽപ്പിക്കുക, തിന്മയെ തടയുക എന്നുള്ള ഉത്തരവാദിത്തം സാമൂഹികമായി ഏൽപ്പിക്കപ്പെട്ട സമൂഹമാണ്. ഈ സമൂഹത്തിന്റെ മുമ്പോട്ട് പോക്കിൽ പ്രവാചകന്മാരുടെ സമൂഹങ്ങൾക്കുണ്ടായിട്ടുള്ള ശിക്ഷകൾ പോലുള്ള ശിക്ഷകൾ ഉണ്ടാവില്ല എന്ന് മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ ഒക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ശിക്ഷകളും വരാം. ഈ പറഞ്ഞതുപോലുള്ള ഒരു സാമൂഹികമായ അപ്പാടെയുള്ള പ്രകൃതി ശിക്ഷകൾ ഇറങ്ങുകയില്ല. എന്നാൽ അതിന് പല തലങ്ങളുണ്ടാകും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിന് ആത്മീയ തലവും ഉണ്ടാകും, വ്യക്തിപരമായ നിലയിൽ അതൊക്കെ ഓരോരുത്തർക്കും ചിലപ്പോൾ അത് റഹ്മത്തായിരിക്കും. മൊത്തത്തിൽ അതൊരു ഇബ്തില ആണ്, പരീക്ഷണം. അത് ഏതർത്ഥത്തിലാണ് അതിനെ നോക്കിക്കാണേണ്ടതെന്ന് ഓരോ വ്യക്തികളും അവനും അവന്റെ റബ്ബും അവന്റെ മുമ്പിൽ പടച്ചവൻ ചെയ്തു വച്ചിരിക്കുന്ന ഈ ഒരു വിപത്സന്ധിയും മുന്നിൽ വെച്ച് പരിശോധിച്ച് വിലയിരുത്തി തിരുത്തേണ്ട രീതിയിൽ തിരുത്തേണ്ടതാണ്. ചിലപ്പോൾ വ്യക്തിപരമായത് അഴാബ് തന്നെയാവാം. മറ്റൊരാൾക്കത് വിധിക്കാനും മറ്റൊരാൾക്കത് അത്തരത്തിൽ വിലയിരുത്താനും അവകാശം.
അത് വ്യക്തിപരമായി ഓരോരുത്തരും വിലയിരുത്തേണ്ട. ഇതെനിക്ക് എന്റെ റബ്ബ് തന്നത് ഒരു ബലാനാണ്, എല്ലാവർക്കും ഒരു പരീക്ഷണം. എന്നാൽ അത് അദാബാണോ, അത് റഹ്മത്താണോ, അത് തൗബയ്ക്ക് വേണ്ടി പശ്ചാത്താപത്തിന് വേണ്ടിയുള്ള ഒരു നിമിത്തമാണോ, ഇതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായി വിലയിരുത്തേണ്ട കാര്യം. എന്താണ് അള്ളാഹുവിന്റെ ഇബ്തിലാഹുകൾ, പടച്ച തമ്പുരാന്റെ പരീക്ഷണങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നതിനെ പറ്റി പണ്ഡിതന്മാർ വളരെയേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ ഇതൊന്നും ശിക്ഷയാണ് എന്ന അർത്ഥത്തിൽ, സമൂഹത്തിനെ കൂട്ടത്തോടെ റബ്ബ് ശിക്ഷിച്ചതാണ് എന്ന അർത്ഥത്തിൽ വിലയിരുത്തലല്ല വേണ്ടത്. മറിച്ച് അതൊക്കെ തന്നെ വ്യക്തിപരമായി വിലയിരുത്തിക്കൊണ്ട് ഓരോരുത്തരുടെ ഈമാനികവും പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിന്റെ നിലയും വിലയും അനുസരിച്ചതിനെ വിലയിരുത്തിയിട്ട് അവിടെ അവൻ എടുക്കേണ്ട നടപടികൾ എടുക്കുക എന്നു. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً بِقَدَرٍ فَأَسْكَنَّاهُ فِي الْأَرْضِ. നാം മേഘങ്ങളിൽ നിന്നും മഴ വർഷിപ്പിച്ചു തരുന്നു. ബിഖദരിൻ, ഒരു കൃത്യമായ അളവിലും അനുപാതത്തിലും. ജീവിക്കുന്ന ജീവിവർഗങ്ങൾക്ക്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവിവർഗങ്ങൾക്ക് എത്രത്തോളം അളവിൽ മഴ ആവശ്യമാണോ ആ അളവിൽ അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. എന്നിട്ട് ഭൂമിയിൽ നാം അതിനെ തങ്ങി നിർത്തുകയാണ്. ഭൂമിയിൽ അതിനെ അല്ലാഹു തആല തടഞ്ഞു നിർത്തുന്നു, വസിപ്പിക്കുകയാണ് ഭൂമിയിൽ ഈ മഴയെ. അപ്പാടെ മഴ പെയ്തിട്ട് അങ്ങനെ ഒഴുകിപ്പോവുക, ഒഴുക്കുണ്ടാക്കുക, പ്രളയമുണ്ടാക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലക്ഷ്യമാണ്. മറിച്ച് അതിനെ ഭൂമിയിൽ തങ്ങി നിർത്തുന്നതാക്കി തീർക്കുന്നു. എന്നാൽ അതിനെ തങ്ങി നിർത്താതെ അതിനെ ഇങ്ങനെ അഴിച്ചുവിടുക, അവിടെ നിന്ന് അല്ലാഹു തആല തങ്ങി നിർത്താതെ ഒഴുക്കി വിടുക എന്നതും അതിനും അല്ലാഹു കഴിവുള്ളവനാണ്. അവിടെ രണ്ട് കാരണങ്ങളുണ്ട്. ആത്മീയമായ കാരണവുമുണ്ടാകും, ഭൗതികമായ കാരണവും. അല്ലാഹു ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നല്ലോ, അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബി വമനാബിതി ഷജർ വബുതൂനിൽ ഔദിയ. പടച്ചവനെ, ഈ മഴയെ ഹൗഫിൽ ലനാ വലാ അലൈന, ഞങ്ങൾക്ക് അനുകൂലമാക്കണേ, പ്രതികൂലമാക്കരുതേ. അതിനെ നീ മലയടിവാരങ്ങളിലേക്കും മലഞ്ചരിവുകളിലേക്കും അതുപോലെ വനപ്രദേശങ്ങളിലേക്കും അതേപോലെ മരങ്ങളുടെ ചുവടുകളിലേക്കും ഒക്കെ തന്നെ നീ പെയ്യിപ്പിക്കണമേ. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് മഴയെ അല്ലാഹു തടഞ്ഞു നിർത്തിയിട്ട് മനുഷ്യർക്ക് ക്രമാനുക്രമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിലയിലുള്ള ഒരു സംവിധാനം, ഒരു സിസ്റ്റമാണ് അല്ലാഹു കണ്ടിട്ടുള്ളത്. എന്നാൽ പടച്ച തമ്പുരാൻ അതിനെ ഒഴുക്കി വിടുകയും ചെയ്യും. അതിന് കഴിവുള്ളവനാണ് അല്ലാഹു. രണ്ടർത്ഥത്തിൽ. ഒന്ന്, ഈ തങ്ങി നിർത്തേണ്ട മലകളും വനപ്രദേശങ്ങളും അതേപോലുള്ള ഈ ചമ്പൽക്കാടുകളും നീർത്തടങ്ങളും ഇതൊക്കെ തന്നെ മനുഷ്യൻ പരിസ്ഥിതിയെയൊക്കെ നശിപ്പിച്ചിട്ട് അവൻ വികസനത്തിന്റെ പേരിൽ വമ്പിച്ച ഫാക്ടറികളും കോൺക്രീറ്റ് കാടുകളും ഒക്കെ കെട്ടിപ്പൊക്കി വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ. വമ്പിച്ച കോർപ്പറേറ്റ് താല്പര്യങ്ങളുമായി മനുഷ്യൻ പണമുണ്ടാക്കണമെന്ന അർത്ഥത്തിൽ മാത്രം സ്വാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് പ്രകൃതിയെ അന്യായമായി ചൂഷണം ചെയ്തുകൊണ്ട് പടച്ചവൻ ഭൂമിയുടെ നിലനിൽപ്പിനും ആവാസ വ്യവസ്ഥയ്ക്കും നിദാനമാക്കി വെച്ചിരിക്കുന്ന പർവ്വതങ്ങളെയും മലകളെയും ഒട്ടക്കുന്നുകളെയും ചമ്പൽ കാടുകളെയും വനപ്രദേശങ്ങളെയും മരങ്ങളെയും നദികളെയും പുഴകളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി മഴ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ അതിനെ നാം ഭൂമിയിൽ തടഞ്ഞു നിർത്തുന്നു, തട്ടി നിർത്തുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യരായിട്ട് നശിപ്പിച്ചു കളയുമ്പോൾ അവിടെ എങ്ങും തങ്ങി നിൽക്കാതെ വെള്ളം ഒഴുകി മനുഷ്യരിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇനി അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പടച്ചവന് നിങ്ങൾക്ക് ജീവജലമായി തന്നിരിക്കുന്ന ഈ വെള്ളം, ആ കുടിവെള്ളത്തിൽ നിങ്ങൾ
നിങ്ങളെ മുക്കിക്കൊല്ലാൻ കഴിവുള്ളവനാണ്. നിങ്ങൾ ഇഷ്ടം പോലെ വെള്ളം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ നിലയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ മതിമറന്ന് പടച്ചവനോട് നന്ദി പ്രകടിപ്പിക്കാതെ ജീവിക്കുമ്പോൾ അതേ വെള്ളം ഇതാ നിങ്ങളെ ഒഴുക്കിക്കൊണ്ടു പോവുകയാണ്, നശിപ്പിക്കുകയാണ് എന്ന് കാണിക്കാനും അല്ലാഹുവിന് കഴിയും. സഹോദരന്മാരെ, ആ അർത്ഥത്തിലെല്ലാം തന്നെ നമുക്കിത് നോക്കി. അതുപോലെ തന്നെ വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു ആയത്താണ്. ഈ ഭൂമിയിൽ കടലിലും കരയിലുമൊക്കെ കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. കാരണം എന്താ? മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമായിട്ട്. അപ്പൊ ഒന്ന്, മനുഷ്യൻ ഈ ഭൂമിയിൽ പടച്ചവന്റെ പ്രതിനിധി അല്ലെങ്കിൽ അവന്റെ ഒരു ദാസൻ എന്ന നിലയിൽ അവനെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് തയ്യാറാവാതെ അവനവന്റെ താല്പര്യത്തിനും ആർത്തിക്കും അനുസരിച്ച് ഈ ഭൂമിയെ അന്യായമായി അക്രമപരമായി ചൂഷണം ചെയ്യുമ്പോൾ ഭൂമിയുടെ സ്വാഭാവികമായ ആ സൗഹൃദത്തിൽ വർത്തിക്കേണ്ട ഭൂമി നമ്മളോട് ശാസ്ത്രമം പുലർത്തുകയാണ്, നമ്മളോട് നമ്മളെ തിരിച്ചടിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഈ തലചാച്ചുറങ്ങുന്ന നിർഭയമായ ഭൂമി ഭൂകമ്പത്തിലൂടെ നമ്മളെ ശവക്കുഴിയാക്കി മാറ്റാൻ അല്ലാഹുവിന് കഴിയും. നമ്മൾ ജീവജലമായി കാണുന്ന ഈ കുടിവെള്ളത്തെ അല്ലാഹു അതിലേക്ക് പ്രളയം തീർത്തിട്ട് മുക്കിക്കൊല്ലാൻ അല്ലാഹുവിന് കഴിയും. നമ്മൾ ശ്വസിക്കുന്ന ഈ വായു, കാറ്റുകൊള്ളുന്ന ഈ വളരെയധികം മന്ദമാരുതനേറ്റ് വളരെയധികം സുഖം കൊള്ളുന്ന നമുക്ക് അതേ കാറ്റിനെ കൊടുങ്കാറ്റാക്കി നമ്മളെ നശിപ്പിക്കാൻ കഴിയും. നമ്മൾ വെളിച്ചമായി ഉപയോഗിക്കുന്ന, പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അഗ്നിയെ അല്ലാഹുവിന് നമ്മെ നശിപ്പിക്കാൻ, കരിച്ചു കളയാൻ കഴിയുന്ന, സംഹരിക്കാൻ കഴിയുന്ന അഗ്നിയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ വിരുദ്ധാവസ്ഥകളും കൂടി ഇതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം. അത് പ്രകടമാകുമ്പോഴാണ് നിയന്ത്രണങ്ങൾ എന്റെ കയ്യിലല്ല, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടായിത്തീരും. സഹോദരന്മാരെ, ഈ ഭൂമിയിൽ മനുഷ്യൻ ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കണം. ഇവിടെ നമുക്കൊരു മര്യാദ വേണം. അല്ലാഹുവിന്റെ ഭൂമിയാണ്. ഇല്ലാഹി മാഫി സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയും ആകാശ ലോകങ്ങളും എല്ലാം പടച്ചോണ്ട്. ലഹു മാഫി സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തും ഭൂമിയിലുമുള്ള സകലതും അല്ലാഹുവിന്റേതാണ്. ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും സർവാധികാരം അവന്റെ കയ്യിലാണ്, അവന്റെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പടച്ചോ പറയുന്നത് പോലെ ഒരു മര്യാദയും അച്ചടക്കവും മനുഷ്യർക്ക് ആവശ്യം. മറ്റുള്ളവർ പറയുന്നത് പോലെ ഇത് അനാഥമായ ഒരു വെള്ളരിക്കപ്പെട്ടണമല്ല, ഇത് ഒരിക്കലും നാഥനില്ല കളരിയല്ല. ഈ ഭൂമിയിലേക്ക് ഒരു നാഥനുണ്ട്, അവനെ അനുസരിക്കണം മനുഷ്യൻ. ഈ പ്രപഞ്ചത്തെ അല്ലാഹു എത്രമാത്രം സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുണ്ടോ, വളരെ വ്യവസ്ഥാപിതമാക്കിയിട്ടുണ്ടോ, അതേപോലെ മനുഷ്യനെ ഏൽപ്പിച്ച ജീവിത വ്യവസ്ഥ അതിന് കൃത്യമായൊരു വ്യവസ്ഥയുണ്ടാകും. അത് കാത്തു സൂക്ഷിക്കും. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാത്വികനായ സച്ചരിതനായ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു. ഒരു മനുഷ്യൻ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നുപോകും. വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി മുകൾ ഭാഗത്ത് അന്തരീക്ഷത്തിൽ ഒരു മേഘപാളി പ്രത്യക്ഷപ്പെട്ടിരിക്കും. മഴക്കാലം. അവിടെ നിന്നൊരു അശരീരി കേൾക്കുന്നു, ഇന്ന ആളുടെ തോട്ടത്തെ നീ നനച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ ഒരു ഓർഡർ. അത് അള്ളാഹു ഒരു മനുഷ്യനെ കേൾപ്പിക്കുക. നോക്കുമ്പോ ആ മേഘം ഇങ്ങനെ പതുക്കെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായി അശരീരി കേട്ട് ആ മനുഷ്യൻ ആ മേഘത്തിന്റെ പിന്നാലെ പോയപ്പോൾ അങ്ങകലെ ഒരു പാറക്കെട്ടിന് മുകളിൽ അവിടെ നിന്ന് മഴ കുത്തിച്ചൊരിയുകയാണ്.
അദ്ദേഹം ഈ അശരീരിയുടെ അർത്ഥം കണ്ടെത്താൻ അതിന്റെ പിന്നാലെ തന്നെ കൂടി. ആ പാറക്കെട്ടിൽ നിന്നും ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി നാലുപാടും പരന്നു പോവുകയാണ്. കുത്തൊഴുകി പോകുന്ന ജലത്തിന്റെ പിന്നാലെ ഈ മനുഷ്യൻ പോയപ്പോൾ അങ്ങകലെ ഒരു മനുഷ്യൻ മൺവെട്ടിയും പിടിച്ച് തന്റെ കൃഷിത്തോട്ടത്തിലേക്ക് ആ വെള്ളം ഇങ്ങനെ ചാലുവെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൃഷി അങ്ങനെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ വെള്ളം അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്നു. ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനൊരു കർഷകനാണ്. നിങ്ങളുടെ പേര് ഇന്നതാണോ? അദ്ദേഹം ചോദിച്ചു. മേഘത്തിൽ നിന്ന് കേട്ട ആ പേര് വെച്ചു. അതെ, ഞാൻ എൻ്റെ ആ പേരുകാരനാണല്ലോ. എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ ഇന്നതുപോലെ ഒരു അശരീരി കേട്ടിരിക്കുന്നു. നിങ്ങളുടെ തോട്ടം നനയ്ക്കാൻ ഈ മഴ പോകട്ടെ എന്ന് ആരോ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ് നിങ്ങൾ ചെയ്ത പുണ്യം? അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ എൻ്റെ ഈ വിശാലമായ തോട്ടത്തിൽ നിന്നും കൃഷി ചെയ്ത് വിളവെടുത്തു കഴിഞ്ഞാൽ അതിനെ 3 വിഭജിക്കാറുണ്ട്. അതിലൊന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള ഉപജീവന ഉപാധി എന്ന നിലയിൽ ഞാൻ. രണ്ടാമത് അതിന്റെ 1/3 ഞാൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും. 1/3 ഞാനത് കൃഷിക്ക് വേണ്ടി, വിത്തിറക്കാൻ വേണ്ടി, അടുത്ത കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സഹോദരന്മാരെ, ഈ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെയ്യിപ്പിക്കുന്ന മഴ അത് മനുഷ്യന് അനുകൂലമാകുന്നത് മനുഷ്യന്റെ വിശ്വാസത്തിനും സമീപനത്തിനും അവന്റെ നിലപാടിനും അനുസരിച്ചാണ്. പടച്ച തമ്പുരാനിലുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് കൽപ്പിച്ചതനുസരിച്ച് അയാളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉപജീവനം നടത്താൻ അയാൾ തയ്യാറാകുന്നു. അയാളുടെ ബാധ്യത. രണ്ടാമത് താനും തന്റെ കുടുംബവും മാത്രം ഭക്ഷ്യസുരക്ഷ നേടിയാൽ പോരാ, സമൂഹത്തിലെ പാവങ്ങളായ ജനവിഭാഗങ്ങൾക്ക് ഞാനത് കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമതായി നിലവിലുള്ള സമൂഹത്തിന്റെ അവസ്ഥ പരിഗണിച്ചാൽ മാത്രം പോരാ, വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണം, കരുതൽ വേണം എന്ന ചിന്തയാണ്. സഹോദരന്മാരെ, ഈ അർത്ഥത്തിൽ വളരെ മര്യാദയോടുകൂടി, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ ദാസനായി ജീവിക്കുമ്പോൾ സമ്പത്ത് അത് അമാനത്താണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപാദനങ്ങൾ മുഴുവനും ഈ ഒരു വീക്ഷണകോണിലൂടെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമുക്ക് ഉപയോഗപ്പെടണം. നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം പോലും, ഒരു കഷ്ണം റൊട്ടി പോലും, അത് നിനക്ക് സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നിടമുണ്ട്. നീ സ്വന്തമായി ബിസ്മി ചൊല്ലി കഴിക്കുന്ന ആഹാരം നിനക്ക് പുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്നിടമുണ്ട്. സമൂഹത്തിൽ വളർന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വിശാലമായ ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തിൽ യൂഫ്രട്ടീസിന്റെ തീരത്തൊരു പട്ടി വിശന്ന് ചത്താൽ അതിനും ഈ ഉമർ അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന തലത്തോളം അത് സമഗ്രവും സമ്പൂർണവുമായ ഒരു ഭക്ഷ്യ സുരക്ഷയുടെ ഒരു സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മളിലേക്ക് വന്നാൽ നാളത്തെ തലമുറ എന്താകുമെന്ന് നമുക്ക് യാതൊരു ചിന്തയുമില്ല. ഇന്നത്തെ നമ്മുടെ ഉൽപാദനങ്ങൾ മുഴുവൻ നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ എടുത്തിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ജമാഅത്തിന് പള്ളിയിൽ വരുന്നവരാണ്, മുസ്ലിങ്ങളാണ്, അതാണ് ഇതാണ് എന്നതല്ല. അല്ലാഹു ഇഷ്ടമുള്ളവരെയൊക്കെ പരീക്ഷിക്കും, പടച്ചോ ഇഷ്ടമുള്ളവരെയൊക്കെ പരീക്ഷിക്കും. അത് അവന്റെ അടുക്ക ചെലവ് ചോദിച്ചാൽ മതി. എന്താണ് പടച്ചോ ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് അവരെ തിരഞ്ഞെടുക്കാത്തത്? നമുക്കൊന്നും പ്രവചിക്കാനില്ല. അത് ഏതെങ്കിലും ഭാഗങ്ങളിൽ അവൻ്റെതായ യുക്തികോണിലൂടെ അവനത് പരീക്ഷിക്കും. അതിന്റെ ന്യായം എന്താ റബ്ബ് പറഞ്ഞു നമുക്ക് മനസ്സിലാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമ്പോ
നമ്മളെ സ്വന്തം പരിശോധിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം തകർന്നു. നിങ്ങൾ നോക്കൂ, സൂറത്ത് നൂൻ വൽ ഖലം, സൂറത്ത് നൂനിൽ അല്ലാഹു തആല കഥ പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിൽ സമാനമായ കഥയുണ്ട്. അവിടെ എന്താ പറയുക? ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ വലാ യസ്തസ്നൂൻ ഫതാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ ഫഅസ്ബഹത് കസ്സരീം ഫതനാദൗ മുസ്ബിഹീൻ. അങ്ങനെ തുടങ്ങുന്ന ആ ആയത്തുകളിലൂടെ ഒരു മനോഹരമായ, ഒരു ഞെട്ടിപ്പിക്കുന്ന കഥ പറഞ്ഞു. പണ്ടൊരിക്കൽ ഒരു വാപ്പാക്കൊരു മോനുണ്ട്. ആ വാപ്പ വലിയ തോട്ടങ്ങളുടെ ഉടമയായിരുന്നു. ആ പഴത്തോട്ടങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ പഴങ്ങൾ വിളവെടുക്കുമ്പോ അവിടെ വഴിയാത്രക്കാരും സാധുക്കളും ആവശ്യക്കാരും എല്ലാം ഒരു ചാക്ക് നിറയെ അവർക്കെല്ലാം പറിച്ചു കൊടുക്കും. അവരെല്ലാം സന്തോഷത്തോടെ തുള്ളിച്ചാടി അത് കൊണ്ടുപോകും. ബാക്കി വരുന്നത് അയാൾ കൊണ്ടുപോകും. അയാൾക്കും ബാക്കിയുള്ള ആളുകൾക്കും പിന്നെ കൃഷിക്കുള്ളതൊക്കെയായി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ബാപ്പ ഒരു ദിവസം മരണപ്പെട്ടു പോയി. സ്വാഭാവികമായി മോനായി അതിന്റെ കൈകാര്യക്രമം അനന്തരാവകാശമായി കിട്ടി. മോന്റെ കയ്യിൽ തോട്ടം കിട്ടിയപ്പോ മോനൊരു സൽക്കർമ്മകാരിയൊന്നുമല്ല. മോനെ ഇഷ്ടം പോലെ ജീവിക്കണം, അടിച്ചുപൊളിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ഒരു ജെൻസി ടൈപ്പ്. അവനിങ്ങനെ, ഇപ്പൊ ജെൻസിയെ പറഞ്ഞു വേറെ പാർട്ടിയൊന്നും ഉണ്ടാക്കണം. പാർട്ടി എന്ന് പറയുമ്പോൾ പുതിയ പാർട്ടി എന്ന് പറഞ്ഞു. അത് പോസിറ്റീവായ ഒരുപാട് വശങ്ങളുണ്ട്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സോറി. അപ്പോ ആ അർത്ഥത്തിൽ ഈ പുതിയ കാലഘട്ടത്തിലെ പല വിക്രിയകളും കാണിക്കുന്ന ആളുകളെ പോലെ ചില ആളുകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ, അവൻ തീരുമാനിച്ചു അങ്ങനെ എന്തിനാണ് കണ്ടവർക്കൊക്കെ ഇഷ്ടം പോലെ ദാനം ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ തോട്ടത്തിലെ വിളവെടുത്ത് സ്വന്തം നമുക്കങ്ങ് ഉപയോഗിച്ചാൽ പോരെ, വേറെ ആർക്കും ഇനി കൊടുക്കണ്ട. അതിനെന്ത് ചെയ്യാം? എല്ലാവരും പകൽ സമയത്ത് വിളവെടുക്കുന്നതിന് പകരം അതിരാവിലെ പുലർച്ചെ പോയിട്ട് വിളവെടുക്കാം. അങ്ങനെ എന്ത് ചെയ്തു? ഇയാളും ഇയാളുടെ തൊഴിലാളികളും എല്ലാം കൂടിയാലോചിച്ച് അതിരാവിലെ പുറപ്പെടുകയാണ്. ഉറങ്ങാതെ തന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുണർത്തിയാണ്. നിങ്ങൾക്ക് വിളവെടുക്കാനാണെങ്കിൽ പെട്ടെന്ന് പൊക്കോ, വേഗാവട്ടെ. അവരാരും അല്ല ആ തോട്ടത്തിലേക്ക് ഒരൊറ്റ സാധു എന്നല്ല, എന്താ ഭാഷ പറഞ്ഞ അവർക്കൊക്കെ വേറെ പേരുമില്ല പറയുമായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഒരുത്തരം ഒരെമ്പോക്കി അവിടെ വരരുത്, അവർക്കൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പരസ്പരം അടക്കം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെല്ലാം നേടിക്കളയെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും, നേരം പുലർന്ന് അവിടെ എത്തിയപ്പോഴേക്കും പരിശുദ്ധ ഖുർആൻ പറയണം, അവർക്ക് തോന്നി നമുക്ക് വഴിതെറ്റിപ്പോയതാണ്, നമ്മൾ തോട്ടത്തിലല്ലേ വന്നത്, എല്ലാം താൻ ഇവിടെ തരിശായി കിടക്കുന്നുണ്ട്, ഇതല്ലല്ലോ നമ്മുടെ തോട്ടം. പിന്നീട് അവർ തിരിച്ചറിഞ്ഞു അല്ല, നമുക്കിതെല്ലാം തടയപ്പെട്ടതാണ്, പടച്ചോനായിട്ടുള്ള ശിക്ഷ ഇറക്കിയത് എന്നവർക്ക് തോന്നുന്ന ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഉൽപാദനങ്ങൾ സ്വാർത്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഉൽപാദനങ്ങൾ ചതിയും വഞ്ചനയും പറ്റിപ്പും ചൂതാട്ടവും ചൂഷണവും പരിചയവും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഉൽപാദനം പടച്ചവനെ മാറ്റി നിർത്തിയിട്ട് അധാർമികമായി കൊണ്ടിരിക്കുമ്പോ, സംസ്കാര ശൂന്യമായി കൊണ്ടിരിക്കുമ്പോ, സാമ്പത്തികമായി നേടിയെടുക്കുന്ന സമ്പാദനത്തിൽ യാതൊരു സൂക്ഷ്മതയും ഇല്ലാതിരിക്കുമ്പോ, മറ്റുള്ളവന് കൊടുക്കാനുള്ളത് കയ്യിൽ വെച്ചിട്ട് കയ്യിലുണ്ടായിട്ടും ബാധ്യതപ്പെട്ടവന് കൊടുക്കാതെ കയ്യിൽ വെച്ച് ചെലവാക്കിക്കൊണ്ടിങ്ങനെ പോകുന്നു, മറ്റുള്ളവനെ ചൂഷണം ചെയ്ത് കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുക, ശമ്പളങ്ങൾ കൊടുക്കാതിരിക്കുക, പാവപ്പെട്ടവനെ കൊണ്ട് തൊഴിലെടുപ്പിച്ചിട്ട് അവനെ കൊണ്ട് അങ്ങേയറ്റം ഊറ്റിയെടുത്ത് അവനെ ജീവച്ഛവമാക്കി മാറ്റുക, പടച്ചവനെ തള്ളിക്കളയുക, അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകൾക്കും സമൂഹത്തോടുള്ള പാവങ്ങളോടുള്ള ബാധ്യതകളും അവകാശങ്ങളും നിറവേറ്റാതെ എല്ലാം കയ്യിൽ അടക്കി പിടിച്ച് സ്വന്തമായി കൊണ്ടു കിടക്കുക. ഞാൻ സമ്പാദിച്ചത്, എന്റെ പണം, എന്റെ വാപ്പ ഉണ്ടാക്കിയത്. എവിടെ സഹോദര?
എത്ര കൃഷിയിടങ്ങളും പാർപ്പിടങ്ങളും തോട്ടങ്ങളും ഭൂമികളും എസ്റ്റേറ്റുകളുമാണ് മനുഷ്യരിതാ തള്ളിക്കളഞ്ഞ് ഒഴിവാക്കിയിട്ട് ഓടിപ്പോയിരിക്കുന്നത്. അരുവികൾ, തോട്ടങ്ങൾ, പാർപ്പിടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ എത്രയാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയേണ്ടി വന്നത്? എല്ലാം നശിച്ചു പോകും. അള്ളാഹു ഇടക്കിടക്ക് ചില ആളുകളെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ച് അടി കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ പാഠം പഠിപ്പിക്കുന്നത് പോലെ. ഇത് നമുക്കാണ് പാഠം, ഇത് നമുക്ക് പാഠമാണ്. മാത്രമല്ല, ഇത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സഹായിക്കാനുള്ള ഒരു പ്രേരണയാണ്. നമ്മുടെ ഉള്ളിൽ മനുഷ്യപ്പറ്റുണ്ടാക്കാൻ, ഉറവാൻ, കലിവിന്റെ ഉറവ പൊട്ടിക്കാൻ ഭൂമിയിൽ ഉറവ പൊട്ടിച്ചിട്ട് മനുഷ്യന്റെ മനസ്സകത്ത് ഉറവ പൊട്ടിക്കുകയാണ്. കലിവിന്റെ, കരുണയുടെ, സ്നേഹത്തിന്റെ, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ചാലുകൾ ഒഴുക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. ഒന്നും നമ്മൾ ആരും കൊണ്ടുവന്നാൽ, നമ്മൾ ഇപ്പൊ താമസിക്കുന്ന പാർപ്പിടം 100 കൊല്ലം മുമ്പ് ആരുടേതായിരുന്നു, 50 കൊല്ലം മുമ്പ് ആരുടേതായിരുന്നു, 200 കൊല്ലം മുമ്പ് ആരുടേതായിരുന്നു, 300 കൊല്ലം മുമ്പ് ആരുടേതായിരുന്നു? നമ്മുടെ ആരുടെയുമല്ല, ഒരു ഉപ്പുപ്പാരുടേതുമല്ല. അത് അള്ളാഹുവിന്റെ പ്രീതി. ഇങ്ങനെ തലമുറകളായി മനുഷ്യൻ മാറി മാറി വരുന്നു. നിശ്ചിത കാലം അവിടെ താമസിക്കുന്നു. ഇത് കെട്ടിപ്പിടിച്ച് സ്വന്തമാക്കി അമർത്തി വെച്ചാൽ ആരും കൊണ്ടുപോകുന്നില്ല. തിന്നതും കൊടുത്തതും ഉടുത്തതുമല്ലാത്ത ഒന്നും മനുഷ്യനില്ല. അള്ളാഹുവാണ് യാഥാർത്ഥ്യം സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ മുൻനിർത്തി ജീവിക്കാൻ വേണ്ടിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല തന്റെ നാട്ടിലെ ജനങ്ങളുടെ ഈമാൻ തഖ്വ പരിശോധിക്കുന്നതിന് വേണ്ടി രസകരമായ ഒരു പരീക്ഷണം. അദ്ദേഹവും കൂട്ടുകാരും കൂടി ഇങ്ങനെ വിശ്രമത്തിലിരിക്കുമ്പോൾ അതുവഴി വന്ന ഒരു ആട്ടിടയൻ, ഗ്രാമീണനായ മനുഷ്യൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ കുറെ ആട്ടിൻപറ്റങ്ങളുമായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവർ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നോമ്പാണ്. ചില ആളുകൾ ഇപ്പോഴും വലിയ ഭക്തരാണ്. കൊടുംചൂടിൽ മരുഭൂമിയിൽ ആടിനെ മേക്കുമ്പോഴും നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യൻ. ആ നോമ്പിൽ എത്രത്തോളം ആഴമുണ്ടെന്ന് നോക്കാനായിരിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആടിനെ ഞങ്ങൾക്ക് വിൽക്കാമോ? എന്നാൽ അതിന്റെ കാശ് തരാം. വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ഇറച്ചിയും കൂടി നിങ്ങൾക്ക് തരാം. ലാഭമായില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റേതല്ല, ഇത് എന്റെ ഉടമസ്ഥൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഇത് ഉത്തരവാദിത്തമാണ്, തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ പറഞ്ഞത്, കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണം കൂട്ടം തെറ്റി പോയി എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് വളരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ അല്ലാഹ് എവിടെയാണ്? ഒരു ചോദ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നത്. ക്യാമറ കണ്ണുകൾ, മറ്റുള്ളവരുടെ നിരീക്ഷണങ്ങൾ, അതൊന്നും നമുക്ക് പ്രശ്നമാവരുത്. റബ്ബിന്റെ ഒരു ക്യാമറ എന്റെ നേരെ ഉണ്ടെന്നൊരു ചിന്തയും എവിടെയാണെങ്കിൽ അച്ചോനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ തിരുത്തുക, നമ്മൾ ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ കൊടുക്കുക, കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കരുത്, വേറെ കൈയോടെ പോകേണ്ടവർ. നമ്മുടെ മുക്കിൽ ഒരുപാട് സാധുക്കളുണ്ട്. അള്ളാഹുവിന്റെ ഭവനം കൂടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുണ്ട്. ആരും ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പറയുന്നതിന്റെ താല്പര്യം തന്നെ അതാണ്. ഇപ്പൊ ദുരന്ത ഭൂമികൾ നോക്കിയാലും മതി, അല്ലെങ്കിൽ ഖബർ സിയാറത്ത് ചെയ്യാം. എന്താ അവിടെ ആരെങ്കിലും വലുത് കൊണ്ടുപോയോ? നാട്ടിലെ അറിയപ്പെട്ട അതിസമ്പന്നരായ ആളുകളൊക്കെ തന്നെ അവിടെ പോയി കിടക്കുകയല്ലേ? അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ്? അവരൊക്കെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഇന്ന് ആരുടെ കയ്യിലാണ്? അവർ വിചാരിക്കുന്നു ഞങ്ങളുടെ കയ്യിലാണ്. അവരുടെ കയ്യിലാണോ? 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും നോക്കുക, അവരുടെ കയ്യിലല്ലല്ലോ. അല്ലെങ്കിൽ 50 കൊല്ലം കഴിയട്ടെ, അവരുടെ കയ്യിലല്ലല്ലോ. വീണ്ടും വേറെ ആളുകൾ വരെയല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ നിരീക്ഷണ ബോധത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്തും ജീവിതവും എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി യാതൊരു പിശുക്കുമില്ലാതെ വ്യയം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സാധ്യമായ ഇടങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുകയും സഹായിക്കുകയും സാമ്പത്തികമായി ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ
ഇവിടെ നാട്ടിലെ മഴപ്രളയം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അങ്ങ് ഗൾഫിൽ നേരെ വിരുദ്ധമായ മറ്റൊരവസ്ഥയിൽ അതിരൂക്ഷമായ താപം ചൂടേറ്റിട്ട് വളരെ 48-ലും അപ്പുറം ഡിഗ്രികളൊക്കെ ചൂടുയർന്നിട്ട് ജീവിക്കാൻ നിവർത്തിയില്ലാതെ സ്വന്തം വീടും നാടും വിട്ടിട്ട് പുറപ്പെട്ടു പോയ മരിക്കുന്നതിന് തുല്യമായ വിടപറച്ചിലും നടത്തിയിട്ട് കണ്ണീർ വാർത്തുകൊണ്ട് ഗദ്ഗതത്തോടെ വീട് വിട്ടിറങ്ങിപ്പോയ ഒരുപാട് സഹോദരങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ അധ്വാനിക്കാൻ പോയവരാണ്. പഴയ കാലത്തെ പോലെയല്ല, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ തരത്തിലും അനുകൂലമായ അന്തരീക്ഷങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അല്ലാഹു കരകയറ്റുമാറാകട്ടെ. താപം കൊണ്ട് ചൂടേറ്റ് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികളായ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറായ ഉപജീവന മാർഗങ്ങൾ, ഹലാലായ സമ്പാദ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും എപ്പോഴും അല്ലാഹുവിന്റെ കൺമുമ്പിലാണ് ജീവിക്കുന്നതെന്ന തികഞ്ഞ ബോധ്യത്തോടെ ജീവിക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കാത്തു കഴിയുന്നവരുണ്ട്, അതുപോലെ മാരകമായ രോഗങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് പലതരത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു. അല്ലാഹുവേ, നിനക്ക് അവരെ എല്ലാവരെയും അറിയാം. അവർക്ക് എത്രയും പെട്ടെന്ന് നീ മോചനം നൽകണേ അല്ലാ, പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ദീർഘായുസ്സും ആഫിയത്തും സിഹ്ഹത്തും നൽകണേ അല്ലാ, നിന്റെ മാർഗത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി അല്ലാ, നിന്റെ ഭവനത്തിന് വേണ്ടി സംഭാവന അർപ്പിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ സകല സദുദ്ദേശങ്ങളിൽ നീ സഫലമാക്കി ജാരിയായ സദഖയാക്കി നീ നൽകണേ റഹ്മാനേ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 12 അറിയിപ്പുകളുണ്ട്.